ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ടൈറ്റിൽ കാണുന്നത് പോലെ തന്നെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഗൈസ്, അപ്പോൾ ഒരു 4 ദിവസം മുന്നേ ആയിരുന്നു ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ റിയൽമി എക്സ്റ്റിയുടെ ഫ്ലാഷ് സെയിൽ നടന്നത്. 4 മിനിറ്റ്സ് കൊണ്ട് തന്നെ 64,000 യൂണിറ്റ്സാണ് വിറ്റുപോയത്. അപ്പം അതിൽ നിന്ന് നമുക്കൊരു പീസ് ഗ്രാബ് ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 8GB 128GB വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞാൽ ഒരു 19,000 റുപ്പീസാണ് ഫ്ലിപ്കാർട്ടിലെ വില. അതുപോലെ തന്നെ ഇതിൻ്റെ 6GB 64GB വേരിയൻസും അവൈലബിൾ ആണ്. ഗൈസ്, ഇതാണ് നമ്മുടെ റിയൽമി എക്സ്റ്റിയുടെ ബോക്സ് എന്ന് പറയുന്നത്. കാണാൻ തന്നെ ആണെങ്കിൽ ഒരു നല്ല ഒരു ഫിനിഷിംഗ് ഒക്കെയുള്ളൊരു ബോക്സാണ്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മളതിൻ്റെ ഫസ്റ്റ് ലുക്ക് കാണാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ അതിനകത്ത് തന്നെ ചെറിയൊരു ബോക്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസ് നമുക്ക് എടുത്താണെങ്കിൽ ഒന്ന് സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം. തുടർന്ന് അതിനകത്ത് നമുക്ക് ചാർജറും അതിൻ്റെ കേബിളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ചാർജർ, ഇത് നമ്മുടെ ചാർജിങ് കേബിളാണ്. പിന്നെ അതിനകത്ത് അതിൻ്റെ കൂടെ തന്നെ ഒരു സിം എജക്ഷൻ പിന്ന് നമുക്ക് ലഭിക്കുന്നു. ഗൈസ്, നമുക്ക് ആദ്യം തന്നെ അപ്പോൾ എൻ്റെ ചാർജർ ഒന്ന് നോക്കാം. ചാർജർ എടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് തന്നെ VOOC എന്നെങ്കിൽ വലിയ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഫ്ലാഷ് ചാർജ് 3.0 ആണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. കൂടാതെ അതിൻ്റെ കൂടെ തന്നെ ആണെങ്കിൽ നമുക്കാണെങ്കിൽ ഒരു ടൈപ്പ് C USB കേബിൾ, അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളൊരു കേബിൾ തന്നെയാണ്. ഒരു ടൈപ്പ് C USB കേബിൾ നമുക്ക് ലഭിക്കുന്നു. ഇതതുപോലെ തന്നെ നമ്മുടെ സിം ഇജക്ഷൻ പിന്നാണ്. ഇനി നമുക്ക് ആ ബോക്സ് നോക്കാം. ഈ ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മാനുവൽസ്, ഒരു ക്വിക്ക് സ്റ്റാർട്ട് മാനുവൽസും പിന്നെ അതുപോലെ തന്നെ കുറേ നോട്ട്സൊക്കെയാണ്. അതുപോലെ തന്നെ ഒരു സിലിക്കോൺ കവർ, നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു സിലിക്കോൺ കവറാണ് ഇത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഏറെ വെയിറ്റ് ചെയ്ത് നമ്മുടെ ഫോൺ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. അതെങ്കിൽ സ്റ്റിക്കർ ചെയ്തൊക്കെയാണ് വന്നേക്കുന്നത്. ഓപ്പൺ ചെയ്യാം നമുക്ക്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്റ്റൽ വൈറ്റ് റിയൽമി എക്സ്റ്റി. ഇത് നല്ലൊരു ഫിനിഷാണ് ഇതിന് ലഭിക്കുന്നത്. കൂടാതെ നമുക്ക് പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്വാഡ് ക്യാമറ 64 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറ കാണാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ 16 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയാണ്. കൂടാതെ ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് ഹെഡ്ഫോൺ ജാക്കും ചാർജിങ് പോർട്ടും ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഓൺ ചെയ്തപ്പോൾ ആദ്യം തന്നെ റിയൽമി എന്ന് പറഞ്ഞ് എഴുതി വന്നിട്ടുണ്ട്. അടിയിൽ പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് കാണിക്കുന്നുണ്ട്. അതിനുശേഷം റിയൽമി എന്നൊരു നൈസായിട്ടാണെങ്കിൽ ഒരു ആനിമേഷൻ നമുക്ക് കാണാം. അപ്പം നമ്മുടെ ഫോൺ ഫസ്റ്റ് യൂസിന് വേണ്ടി ഓണായി വന്നിട്ടുണ്ട്. ഫസ്റ്റ് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഞാൻ ഇംഗ്ലീഷ് US സെലക്ട് ചെയ്തു. അപ്പം ഒരു വൈഫൈ കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ വൈഫൈ സ്കിപ്പ് ചെയ്യുകയാണെന്ന് ടേംസ് ഓഫ് യൂസ് വന്നിട്ടുണ്ട്. അത് ഞാൻ അഗ്രി അടിച്ചു. കൂടാതെ ഗൂഗിളിൻ്റെ കുറച്ച് ടേംസ് ഒക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ നെക്സ്റ്റ് അടിച്ച് അഗ്രി അടിച്ച് വിട്ടു. കാരണം നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ഇത് സെറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു എളുപ്പമുള്ള പാസ്കോഡ് ഇട്ടു. എന്നിട്ടാണെങ്കിൽ അതൊന്ന് കൺഫേം ചെയ്യുന്നുണ്ട്. കൺഫേം ചെയ്തിട്ടാണെങ്കിൽ അപ്പോൾ ഡയറക്റ്റ് വരുന്നത് നല്ല ഫേഷ്യൽ ഇൻഫോ, അവിടെ ഫേസ് റെക്കഗ്നീഷനാണ് വരുന്നത്. അപ്പോൾ ഞാനതൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഫിംഗർ പ്രിൻ്റ് ആണ് ഇട്ട് കാണിക്കുക. ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്ക്രീനിൽ തന്നെയുള്ളൊരു ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. ഞാൻ ആ ഫിംഗർ പ്രിൻറ്റ് ഒന്ന് സെറ്റ് ചെയ്തു. അതായിട്ട് നമുക്ക് ആ വൈഫൈ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു അത് ഞാനാണെങ്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നു. അത് ഞാനാണെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്ത് വിട്ടു. അടുത്തായിട്ട് ഡാറ്റ ഇമ്പോർട്ട് ചെയ്യാൻ ചോദിച്ചായിരുന്നു. അത് ഞാനൊന്ന് സ്കിപ്പ് ചെയ്ത് വിട്ടു. ഇതിനകത്ത് ഏതൊക്കെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനൊരു 2 ആപ്ലിക്കേഷൻസ് സെലക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾ അടിക്കുന്നുണ്ട്. ഇൻസ്റ്റാൾ അടിച്ചിട്ട് ഞാൻ ഉടനെ ആണെങ്കിൽ ഇൻസ്റ്റാൾ കൊടുക്കുന്നുണ്ട്. ഇതാണെങ്കിൽ അത് റിയൽമി 6 അതിൻ്റെ കളർ OS 6 എന്ന് പറഞ്ഞ് ഇത് വന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. ഗൈസ്, അപ്പോൾ ഒരു 3 to 5 സെക്കൻഡ്സ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഫോൺ ഓപ്പണായി വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റിയൽമി എക്സ്റ്റിയുടെ ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ആ ഫിംഗർ പ്രിൻറ്റ് തന്നെ ആദ്യം അപ്പോൾ നമുക്ക് ആ ഫിംഗർ വെക്കാനുള്ളൊരു സ്പേസ് ഫോണിൽ കാണിക്കുന്നുണ്ട്. നമ്മളപ്പോൾ അവിടെ ഫിംഗർ വെച്ച് കഴിയുമ്പോൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. പെട്ടെന്ന് തന്നെ ഇത് ഓപ്പൺ ആവുന്നുണ്ട്.
അപ്പം അവിടെയാണെങ്കിൽ നമ്മൾ വെക്കുമ്പോൾ തന്നെ ഒരു 0.5 മില്ലി സെക്കൻഡ്സിൻ്റെ ഇതിൽ തന്നെയാണെങ്കിൽ ഓപ്പൺ ആവുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ക്യാമറ ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതാണ്. ഇതാണ് നമ്മുടെ ക്യാമറ. പിന്നെ അതിൻ്റെ ആണെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ ഷെയ്ഡും സെറ്റിങ്സും ഒക്കെ ഞാൻ ഓപ്പൺ ചെയ്തു. അതിൻ്റെ ആണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഫോണിൻ്റെ ഡീറ്റെയിൽസാണിത്. ഇതെന്ന് പറഞ്ഞാലാണെങ്കിൽ Realme XT. ഇതിനകത്തെന്ന് പറഞ്ഞാലുള്ള ആൻഡ്രോയിഡ് OS എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻഡ്രോയിഡ് പൈ ആണ്, ആൻഡ്രോയിഡ് 9 ആണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു 128 GB ഇൻറ്റർണൽ സ്റ്റോറേജും 8 GB റാമിൻ്റെ ഒരു വേരിയൻ്റ് ആണ്. അതൊക്കെയാണ് ഞാനാണെങ്കിൽ ഈ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഗൈസ്, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂടാതെ ഫ്രണ്ട്സ് എല്ലാമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു റിവ്യൂ എല്ലാം വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. തുടർന്നൊരു വീഡിയോയിൽ കാണും വരേക്കും ഇറ്റ്സ് മീ ബിൻ സൈനിങ് ഓഫ്.